അതേ ഒരു നെഗറ്റിവിറ്റി അതേ ഒരു ഇത് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ഇത് പുറത്തിറങ്ങിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ കരുതിക്കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയത്? ആദ്യം ചോദിച്ചാൽ ഉത്തരം പറയാം. റോക്കിയും നാദ്ര എന്തുകൊണ്ട് നായികയും നായകനും ആയില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ നാളെ ഞാൻ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടോ ഈ സിനിമയുടെ റിസൾട്ട് കൂടി ഇരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ അതിൽ നാദ്ര ആപ്റ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നായികയായിട്ട് വെക്കാൻ ആപ്റ്റാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാദ്ര കാസ്റ്റിംഗ് കൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ നായകൻ കോൺസെപ്റ്റ് അല്ല. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ്. അതത് സമയത്ത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണ് ആ സിനിമയുടെ ആ സമയത്തെ നായകൻ അല്ലെങ്കിൽ നായിക, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവര് നായികയാണോ എന്ന് വെച്ചാൽ അല്ലാതെ പറയാനും പറ്റില്ല, ആണെന്ന് പറയാനും പറ്റില്ല. ഒരു പക്ഷെ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ റോക്കി ആയിരിക്കാം നായകൻ, നാദിര ആയിരിക്കാം നായിക. പക്ഷെ ഈ പറയുന്ന പോലെ ഇവരല്ല ലീഡായിട്ട് ത്രൂ ഔട്ട് ദ മൂവി ലീഡായിട്ട് കൊണ്ടുപോകുന്ന അവരല്ലാന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നാളെ ഞാൻ വേറൊരു പടം എടുക്കുന്ന സമയത്ത് നായികയെ നോക്കുന്ന സമയത്ത് നാദിര നല്ല പെർഫോം ചെയ്തെന്ന് എനിക്ക് ആപ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാദിര ചിലപ്പോൾ നായികയായി വന്നേക്കാം. റോക്കി പറഞ്ഞ പോലെ റോക്കിയുടെ നായികയായിട്ട് ചിലപ്പോൾ വന്നേക്കാം, പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖവെള്ളി എല്ലാവർക്കും അറിയാം. നമ്മുടെ കഥയിൽ ദുഃഖവെള്ളിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കഥയുമായിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടിരിക്കുന്നത്. സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ത്രില്ലർ ജോണറാണ് പടം. അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്ര മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ പുറത്താകുന്ന വരെ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്ന അപ്ഡേറ്റുകൾ അത്രയും മാത്രമാണ്. പക്ഷെ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ചെയ്തതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇഷ്യൂ. അതായത് ഈ പറഞ്ഞ പൂജ റിലേറ്റഡ് ആയിട്ട് അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കിയ കൂട്ടത്തിൽ വളരെ ക്യാച്ചി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഞാനപ്പോൾ അത് നമ്മുടെ ടീമോട്ട് ഷെയർ ചെയ്തപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഓക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ പിച്ചായത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിനൊക്കെ അത്ര സിനിമയായിട്ട് അവരെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ്. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ സെൻസ് ഉള്ളവരുമാണ്. നമ്മളിപ്പോ ഈ കുറച്ചാൾ മുമ്പ് ലിജോ ജോസ് ടെലിശ്ശേരിയുടെ ഒരു മൂവി എല്ലാവരും കണ്ടതാണ്, ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ ബാലു എസ് നായർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലല്ല, അതങ്ങനല്ല. അതായത് ഡോണ എന്റെ ഫ്രണ്ടാണ്. എനിക്ക് ഡോണ ഒരു 2-3 വർഷമായിട്ട് പരിചയമുള്ളതാണ്. അത് മാത്രമല്ല ഈ സിനിമയിലെ ഡോണ ചെയ്യുന്ന ഒരു കഥാപാത്രം മലയാളി ക്യാരക്ടർ അല്ല. ഒരു മലയാളം സംസാരിക്കാത്ത, മലയാളം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അന്യഭാഷ ക്യാരക്ടറായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അന്യഭാഷ നടി വന്നാൽ നന്നാവുമെന്ന് തോന്നി. ഡോണ നല്ലൊരു പെർഫോമറാണ്. നമ്മൾ കാരണം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നന്നായിട്ട് പെർഫോം ചെയ്തൊരു പെർഫോമറും കൂടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഈസിലി ആക്സസബിൾ ആയിരുന്നു ഡോണ. കാരണം എന്റെ ഫ്രണ്ടാണ്, എനിക്ക് ആക്സസബിൾ ആയിരുന്നു. ഞാൻ ഡോണയുടെ അടുത്ത് ഷെയർ ചെയ്തു. ഡോണയ്ക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഡോണയെ കാസ്റ്റ് ചെയ്ത. അതെല്ലാം നമ്മൾ ദുൽഖറുമായിട്ട് ബന്ധപ്പെട്ട് ഡോണയെ കാസ്റ്റ് ചെയ്തതല്ല. നമുക്ക് ഡോണയോട് വേണമെങ്കിൽ ചോദിക്കാം. How excited are you doing in Mollywood? You have acted in Bollywood? Yeah. Yeah, Mollywood is entirely different, you know. Yeah. How excited are you to being part of this film? Very excited because I mean there's no doubt about it that everybody knows that I think Malayalam industry makes some of the best films that India produces. Like definitely, by far, we all are aware, and every actor in this country, every actor who wants to do good films, good content, definitely wants to work in the Malayalam industry. There's no doubt about it. So I'm very excited, and Balu and I connected long back for another project, but
I know that Valgu is somebody who is very passionate about making films. So he wants to make good cinema. So actors like me always want to work with people who are very passionate about making good cinema. So I'm very excited. I love the story he narrated, and I was on board immediately. So What yeah. made you to do this film? Is that the character or the crew? Sorry. What made you to sign this film? Is that the character or the crew? All of it. When you do a project, everything is very important. Your character, the story, the crew is equally important. Because as I said, when we do a project, it's very essential. We spend a lot of time together. It's very essential that when we work with a good crew, we also get to learn a lot. Our work becomes better. So in order to do my job in the best possible way, I need a very good team around me. They help me make my job easier. So everything.